അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിനിടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. ആരാധന 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 ആരാധന. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. ഈ അനുഗ്രഹീതമായ ആരാധനയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവരെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആരംഭം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥിക്കാം. ക്രിസ്തു യേശുവിലൂടെ അനന്തമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമുള്ള ഈ ദിവസത്തിൻ്റെ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. പല സ്ഥലങ്ങളിലായിരുന്ന ഞങ്ങൾക്ക് യേശുവിൻ്റെ സ്നേഹത്തെ പ്രതി ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവനാമത്തെ ഉയർത്തുവാൻ അവിടെ നൽകിയ അനുഗ്രഹത്തിനായി സ്തോത്രം. ആരാധനയുടെ ഓരോ നിമിഷങ്ങളിലും ദൈവാത്മാവ് ശക്തമായി ഞങ്ങളോട് ഇടപെടണമേ. ആരാധനയുടെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. പരിശുദ്ധാത്മാ കൃപയാൽ ഞങ്ങളെല്ലാവരെയും ജീവിപ്പിക്കണമേ. ദൈവനാമ മഹത്വത്തിന് പുകഴ്ചയ്ക്കുമായി ജീവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ക്രിസ്തു മൂലം ഞങ്ങൾ താഴ്മയായി അങ്ങയോട് യാചിക്കുന്നു. കൃപ തോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 24-ാമത്തെ കീർത്തനം നമുക്ക് പാടാം. കീർത്തനം 24. നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. 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 ഈ ലോകത്തിൽ വന്നേശു എന്റെ മാലൊഴിപ്പാൻ സഹിച്ചു ബഹു പീഡകൾ സങ്കടങ്ങൾ പാടുകൾ നീചമരണവും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും.
മോചനം വീണ്ടും ജനനവും നീച പാപി എന്നിൽ വസിപ്പാൻ നിന്നാത്മാവിന്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്നെന്നെ കൺമണി പോലെ കാക്കുന്നു നീ നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൻ വാടാമൂടികളും നിൻ മക്കൾക്കു സ്വർഗേ ലഭിക്കും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായങ്ങയുടെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. അതെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അങ്ങയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. സർവശക്തനെ, അങ്ങ് പരിശുദ്ധനാകുന്നു. സർവശക്തനെ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, അങ്ങ് പരിശുദ്ധനാകുന്നു.
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും അങ്ങയുടെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി അങ്ങയുടെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതിനാൽ നമുക്ക് മുട്ടുമടക്കി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. പ്രാർത്ഥനയ്ക്കായി നമുക്ക് മുട്ടുകൾ മടക്കാം. അറിഞ്ഞറിയാതെയോ നാം ചെയ്തിട്ടുള്ള എല്ലാ കുറവുകളും അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. മൗനമായ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്താത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അങ്ങ് മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. കരുണയുള്ള കർത്താവേ, അങ്ങയുടെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് ശാന്ത മനസ്സോടെ അങ്ങയെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്കൊരുങ്ങാം. കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. 95-ാം സങ്കീർത്തനം. സങ്കീർത്തന വേദഭാഗം 95-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. Psalms 95 verses from 1 to 7. വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി. കരയെയും അവന്റെ കൈകൾ നനഞ്ഞിരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാവുന്നു,
നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും മഹത്വമുണ്ടാകുമാറാകട്ടെ. സഖരിയാവിന്റെ പാട്ട് വാക്യപ്രതിവാക്യമായി വായിക്കാം. ഇസ്രയേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിച്ച് ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവീദിന്റെ കൃതത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവിടുന്ന് നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമവും ഓർത്തുകൊണ്ടും ആകുന്നു. നീയോ പൈതലെ അത്യുന്നതന്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴിയൊരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്രകരുണയാൽ അവിടുത്തെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പായി നടക്കും. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. പഴയ നിയമം, ലേഖന വേദഭാഗം എന്നിവ വായിക്കുന്നതിന് മുൻപായി ഞാൻ കീർത്തനങ്ങളിൽ 234 കീർത്തനം പാടാം. എൻ രക്ഷക, എൻ ദൈവമേ, നിന്നിലായ നാൾ ഭാഗ്യമേ.
ഉപേക്ഷിയാതെ അവനെ തൻ നന്മകൾ സ്വീകരിക്ക്. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശുവിൻ പാപം തീർത്ത നാൾ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശുവിൻ പാപം തീർത്ത നാൾ. സ്വർപ്പുരമീ കരാറിനു സാക്ഷി നിൽക്കും നിൻ മനമേ. എന്നും എന്നിൽ പുതുക്കുന്നു നൽമുദ്ര നീ ശുദ്ധാത്മാവേ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശുവിൻ പാപം തീർത്ത നാൾ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശുവിൻ പാപം തീർത്ത നാൾ. സൗഭാഗ്യം നൽകും ബാന്ധവം വാഴ്ത്തും ജീവകാലമെന്നും ക്രിസ്തേശുവിൽ എന്നാനന്ദം പാടും ഞാനന്ത്യകാലത്തും. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശുവിൻ പാപം തീർത്ത നാൾ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശുവിൻ പാപം തീർത്ത നാൾ. എൻ രക്ഷകാ എൻ ദൈവമേ നിന്നിലായ നാൾ ഭാഗ്യമേ. എന്നുള്ളത്തിൻ സന്തോഷത്തെ എന്നും ഞാൻ കീർത്തിച്ചിടട്ടെ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശുവിൻ പാപം തീർത്ത നാൾ. കാത്തു പ്രാർത്ഥിക്കാനാക്കിതാൻ ആർത്തു ഘോഷിക്കാനാക്കിതാൻ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശുവിൻ പാപം തീർത്ത നാൾ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശുവിൻ പാപം തീർത്ത നാൾ. Today's first lesson is taken from the book of Deuteronomy, chapter 6, verses 1 to 17. Deuteronomy, chapter 6, verses 1 to 17. Now this is the commandment, and these are the statutes and judgments which the Lord your God has commanded to teach you, that you may observe them in the land which you are crossing over to possess, that you may fear the Lord your God, to keep all his statutes and his commandments which I command you, you and your son and your grandson, all the days of your life, and that your days may be prolonged. Therefore hear, O Israel, and be careful to observe it, that it may be well with you, and that you may multiply greatly,
as the Lord God of your fathers has promised you, a land flowing with milk and honey. Hear, O Israel, the Lord our God, the Lord is one. You shall love the Lord your God with all your heart, with all your soul, and with all your strength. And these words which I command you today shall be in your heart. You shall teach them diligently to your children, and shall talk of them when you sit in your house, when you walk by the way, when you lie down, and when you rise up. You shall bind them as a sign on your hand, and they shall be as frontlets between your eyes. You shall write them on the doorposts of your house and on your gates. So it shall be, when the Lord your God brings you into the land of which he swore to your fathers, to Abraham, Isaac, and Jacob, to give you large and beautiful cities which you did not build, houses full of all good things which you did not fill, hewn out wells which you did not dig, vineyards and olive trees which you did not plant. When you have eaten and are full, then beware, lest you forget the Lord who brought you out of the land of Egypt, from the house of bondage. You shall fear the Lord your God, and serve him, and shall take oath in his name. You shall not go after other gods, the gods of the people who are all around you, for the Lord your God is a jealous God among you, lest the anger of the Lord your God be aroused against you and destroy you from the face of the earth. You shall not tempt the Lord your God as you tempted him in Massah. Here ends the first lesson. സങ്കീർത്തനം 119 അധ്യായം 89 മുതൽ 104 വരെയുള്ള വാക്യങ്ങൾ. യഹോവേ, എന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. അവ ഇന്ന് വരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സർവസൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. നിന്റെ ന്യായപ്രമാണം എന്റെ പ്രമോദം ആയിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കുകയില്ല. അവയെക്കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിനക്കുള്ളവനത്രേ, എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു. ദുഷ്ടന്മാർ എന്നെ നശിപ്പിക്കുവാൻ പതിയിരിക്കുന്നു. ഞാനോ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും. സകല സമ്പൂർത്തിക്കും ഞാൻ അവസാനം കണ്ടിരിക്കുന്നു. നിന്റെ കൽപ്പനയോ അത്യന്തം വിസ്തീർണമായിരിക്കുന്നു. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം. ഇടപെടാതെ അത് എന്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ എന്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. അവ എപ്പോഴും എന്റെ പക്കൽ ഉണ്ട്. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ധ്യാനമായിരിക്കുകൊണ്ട് എന്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. നീ എന്നെ ഉപദേശിച്ചിരിക്കുകയാൽ ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല. തിരുവചനം എന്റെ അണ്ണാക്കിന് എത്ര മധുരം. അവ എന്റെ വായ്ക്ക് തേനിലും നല്ലത്. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു. അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. ആമേൻ. പാഠവായന. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 16 വരെ. ദൈവവും പിതാവുമായവൻ ഒരുവൻ, എന്നാൽ നമ്മിൽ ഓരോരുത്തനെ ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാതി സ്വർഗത്തിനു മീതെ കയറിയവനുമാകുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിനുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം
ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലിഞ്ഞുഴയുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ശരീരം മുഴുവൻ യുക്തമായും ചേർന്ന് ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കുവാനുമുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ഇവിടെ പാഠവായന അവസാനിക്കുന്നു. സുവിശേഷ വേദഭാഗം. ഇന്നത്തേക്കുള്ള സുവിശേഷ വേദഭാഗം മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള ദൈവവചനം. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 29 വരെ. ആകയാൽ എന്റെ ഈ വചനങ്ങൾ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീടിന്മേൽ അടച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എന്റെ ഈ വചനങ്ങൾ കേട്ട് ചെയ്യാത്തവനെല്ലാം മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീടിന്മേൽ അലച്ചു. അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ഈ വചനങ്ങൾ യേശു പറഞ്ഞു തീർന്നപ്പോൾ ജനം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടാണ് അവൻ അവരോട് ഉപദേശിച്ചത്. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടാണ് അവൻ അവരോട് ഉപദേശിച്ചത്. ദൈവവചനമാണ് നാം ശ്രവിച്ചത്. ക്രിസ്തുവെ അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ധ്യാനിക്കുന്നതിന് മുൻപ് അർത്ഥവത്തായ ഒരു ഗാനം നമുക്ക് ശ്രവിക്കാം. ഇത്രത്തോളമെന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ.
ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീതമായ വചന ധ്യാനത്തിലേക്ക് എല്ലാവരെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. വചനം ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്ത നല്ല ദൈവമേ, വചനത്തിൻ്റെ ആത്മാവിനാൽ ഇരുളടഞ്ഞ ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. വചനം ഞങ്ങളിൽ ക്രിയ ചെയ്യുവാൻ അവിടുന്ന് ഇടയാക്കണമേ. 30, 60, 100 മേനിയായി സുവിശേഷത്തിൻ്റെ വിളവ് നൽകി ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളിലൂടെ സഹായിക്കണമേ. വചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് നിരന്തരം ഇടപെടണമേ. ആത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ആമേൻ. ദൈവ നാമം മഹത്വപ്പെടട്ടെ. ഈ ദിവസം കർത്താവിൻ്റെ വചനം ധ്യാനിക്കുവാനും വചനത്തിൻ്റെ ആഴമേറിയ തലങ്ങളിലേക്ക് സഞ്ചരിക്കുവാനും വചനത്തിൻ്റെ ശക്തിയാൽ നിറയപ്പെടുവാനും ഈ ധ്യാനം നമ്മെല്ലാം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആധുനിക തത്വചിന്തയുടെ പിതാവായി അറിയപ്പെടുന്ന റെനെ ദെക്കാർത്തെ എന്ന് പറയുന്ന തത്വചിന്തകൻ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത്: God is the only true substance. ദൈവമാണ് ഏകമായ സത്യമായ യഥാർത്ഥമായ സാരാംശം.
ബാക്കിയുള്ളതെല്ലാം ക്രിയേറ്റഡ് സബ്സ്റ്റൻസ് ആണ്. അത് മൈൻഡാണെങ്കിലും മാറ്ററാണെങ്കിലും. സത്യമായ, യഥാർത്ഥമായ, സാരാംശമായ ദൈവത്തെ സമീപിക്കുന്നതിനും ദൈവം സൃഷ്ടിച്ച മനുഷ്യ സമൂഹത്തോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതുമായ വലിയൊരു ദർശനം നൽകുന്ന വേദഭാഗമാണ് മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ. സെർമൺ ഓൺ ദ മൗണ്ട്, പർവ്വത പ്രസംഗം എന്ന ഈ വേദഭാഗം അറിയപ്പെടുന്നു. ഇറ്റ് ഈസ് ദ സെൻട്രൽ ടെനിറ്റ്സ് ഓഫ് ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ്. ക്രൈസ്തവ ശിഷ്യത്വത്തിൻ്റെ പരമപ്രധാനമായ പ്രമാണമാണ് ഈ 3 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. ഈ പ്രമാണത്തെ സ്വീകരിച്ച മഹാത്മാവാണ് മഹാത്മാഗാന്ധിജി. അദ്ദേഹം ഈ 3 വചനങ്ങളിലൂടെ സഞ്ചരിച്ച സമയം ഇങ്ങനെയാണ് പങ്കുവച്ചത്. ഈ വചനം എനിക്ക് അളവില്ലാത്ത സന്തോഷം നൽകി, എനിക്ക് ആശ്വാസം നൽകി, അതിരുകളില്ലാത്ത ആനന്ദങ്ങളിലേക്ക് അതെന്നെ നടത്തി. ഈ ദർശനം നോൺ വയലൻസിന്റെ, അഹിംസയുടെ അപ്പോസ്തലനായി അറിയപ്പെടുന്നതിനുള്ള പ്രചോദനമായി ഗാന്ധിജിക്ക് അനുഭവപ്പെടുകയാണ്. ഈ 3 അധ്യായങ്ങളിലെ വചനം ആഴമായി നമ്മൾ സ്വീകരിക്കുന്ന സമയം പ്രായോഗികതയുടെ അപ്പോസ്തലന്മാരായി നമ്മൾ തീർച്ചയായും മാറും. ഈ വചനം ധ്യാനിക്കുന്ന സമയത്ത് 2 രീതിയിലുള്ള ജീവിതങ്ങളെയാണ് കർത്താവ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് ബുദ്ധിയുള്ള മനുഷ്യനും, 2 ബുദ്ധിയില്ലാത്ത മനുഷ്യനും. ബുദ്ധിയുള്ള മനുഷ്യൻ പാറയുടെ പുറത്ത് വീട് പണിയുന്നു, ബുദ്ധിയില്ലാത്ത മനുഷ്യൻ മണലിന്റെ പുറത്ത് വീട് പണിയുന്നു. ഈ 2 കഥാപാത്രങ്ങളെയും നമ്മൾ കാണുന്ന സമയത്ത് ഇതിലേതെങ്കിലും ഒരു ജീവിതവുമായി നമുക്ക് ബന്ധമുണ്ടാകും. ഒന്നുകിൽ ഒരു വൈസ് മാൻ, അല്ലെങ്കിൽ ഒരു ഫോളിഷ് മാൻ. ഇതൊരു ഉപമയാണ്. അതായത് ക്രിസ്തു തൻ്റെ പഠിപ്പിക്കലുകളുടെ അവസാന ഭാഗത്ത് ധാർമ്മികതയെക്കുറിച്ച്, ആത്മീയതയെക്കുറിച്ച്, പരസ്പര പൂരകങ്ങളായ ദർശനങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന വലിയൊരു ഉപമ. ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്നത് അൺഫെമിലിയർ ആയിട്ടുള്ള കൺസെപ്റ്റിനെ ക്രിസ്തു ആധുനികതയുടെ, സമകാലികതയുടെ അനുഭവവേദ്യമാക്കി പരിചയപ്പെടുത്തുന്ന ചിത്രമാണ്. വീട് നമ്മുടെയൊക്കെ വലിയൊരു സങ്കല്പമാണ്. വീട് ആഡംബരങ്ങളുടെ ഉന്നത സ്ഥാനമായിട്ട് ഇന്ന് മാറുന്നത് സർവ്വസാധാരണമാണ്. മനുഷ്യ ജീവിതത്തിലെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നാണ് ഓക്സിജൻ, വാട്ടർ, ഫുഡ് ആൻഡ് ഷെൽട്ടർ. അതിൽ വീട് വളരെ പ്രധാനപ്പെട്ട ഒന്നായി, മനുഷ്യന്റെ അവശ്യ ഘടകമായി ഇന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്നാൽ വീട് അർത്ഥതലങ്ങൾ മങ്ങി ആഡംബരത്തിന്റെ തലങ്ങളിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ വീടിന്റെ യഥാർത്ഥമായ അർത്ഥം ചരിത്രത്തിൽ നമ്മൾ കണ്ടുമുട്ടുക സുരക്ഷിതത്വത്തിന്റെ ഭാഗം മാത്രമായിട്ടാണ്. പഴയകാലങ്ങളിലുള്ള മനുഷ്യൻ വേട്ടയാടി ജീവിക്കുന്നു, പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നു, അലഞ്ഞു തിരിഞ്ഞു ജീവിക്കുന്നു. ഒടുവിൽ സുരക്ഷിത ബോധവും കാർഷിക ബോധവും അവരെ ഭരിച്ച സമയത്ത് വീടിനെ കുറിച്ച് വലിയൊരു പ്രതീക്ഷ അവരിൽ രൂപപ്പെടുകയാണ്. അങ്ങനെ വീട് സുരക്ഷിതത്വത്തിന്റെ, ജീവന്റെ നിലനിൽപ്പിന്റെ അടയാളമായി മാറുകയാണ്. വന്യമൃഗങ്ങളിൽ നിന്ന്, വലിയ
കൊടുങ്കാറ്റിൽ നിന്ന്, പകർച്ച പ്രയാസങ്ങളിൽ നിന്ന് ഒക്കെ വിടുതൽ നൽകുന്ന സംരക്ഷണത്തിന്റെ അടയാളമായി വീടിനെ അവർ കാണുകയാണ്. ഈ വീട് അവരുടെ ജീവിതത്തിൽ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായി വർത്തിക്കുകയാണ്. അതായത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അത് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്കറിയാം, ഒരു നിശ്ചിത അളവ് ടെമ്പറേച്ചർ നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിൽ അത് കൂടിയാലും കുറഞ്ഞാലും നമ്മുടെ ജീവിതം അപകടത്തിലാവുകയാണ്. അങ്ങനെ വീടിന്റെ ധർമ്മം സംരക്ഷണമായിരുന്നു. എന്നാൽ ഇന്ന് വീടിന്റെ അർത്ഥതലങ്ങൾ മാറി അത് ആഡംബരത്തിന്റെയും ആവശ്യ ഘടകത്തിന്റെയും അപ്പുറം മുന്നോട്ട് പോയിരിക്കുകയാണ്. വീടില്ലാത്തതിനെ കുറിച്ച് സങ്കടപ്പെടുന്നവരും അധികമാണ്. എന്നാൽ വീടുള്ളവരും വീടില്ലാത്തവരും ആഗ്രഹിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ്. അത് മറ്റൊന്നുമല്ല, ഈ ഭൂമിയിൽ എങ്ങനെ ഒരു വീട് നിർമ്മിക്കാം, മനോഹരമാക്കാം എന്നതിനേക്കാൾ അപ്പുറമായി എങ്ങനെയാണ് ഒരു എറ്റേണൽ ഹൗസ്, എവർലാസ്റ്റിംഗ് ഹൗസ് നിർമ്മിക്കുവാനായിട്ട് നമുക്ക് കഴിയുക. ഭൂമിയിലെ വീട് നിർമ്മിക്കുമ്പോൾ കല്ലും മണലും മെറ്റലൊക്കെ നമുക്ക് ആവശ്യമാണ്, സിമന്റ് നമുക്ക് ആവശ്യമാണ്. എന്നാൽ സ്വർഗീയമായ ഭവനം നിർമ്മിക്കുവാൻ വചന കേൾവിയും വചനത്തിന്റെ പ്രായോഗികതയും ആവശ്യമാണ് എന്ന് ക്രിസ്തു അവിടുത്തെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ട് രീതിയിലുള്ള ഭവനത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കൊരിന്ത്യ ലേഖനം 2-ാം ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ, 1 ബിൽഡിംഗ് ഫ്രം ഹ്യൂമൻ ഹാൻഡ്സ്, 2 ബിൽഡിംഗ് ഫ്രം ഗാഡ് ആൾമൈറ്റി. 1 മനുഷ്യനിർമ്മിതമായ ഭവനമാണ്, അത് ഭൗമികമാണ്, അത് ഭൗമികമായ മാറ്റർ കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നതാണ്. പക്ഷെ അതിന്റെ ഒടുക്കം അതിന് നാശമുണ്ടാകും, തകർക്കപ്പെടാവുന്നതാണ് എന്നുള്ള ഒരു വസ്തുത അപ്പോസ്തലനോട് ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ ദൈവം പണിയുന്ന ഭവനങ്ങൾ അത് നിത്യമായിട്ടുള്ളതാണ്, ഒരു ശക്തിക്കും അതിനെ തകർക്കുവാൻ കഴിയുകയില്ല എന്നും വചനത്തിൽ നമ്മൾ കാണുന്നു. വയനാട്ടിലെ, കേരളത്തിലെ ഏറ്റവും വലിയ ഭവനമാണ് അറക്കൽ പാലസ്. ഏകദേശം 45,000 സ്ക്വയർ ഫീറ്റാണ് ആ ഭവനത്തിന്റെ വിസ്തീർണം, മണിമാളിക. പക്ഷേ കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞു, ആ വീട് നിർമ്മിച്ച ആ വീടിന്റെ ഉടമസ്ഥന് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുകയാണ്. ആ വീട്ടിൽ താമസിക്കുവാനായിട്ട് അവസരം ലഭിക്കുന്നില്ല. എന്നാൽ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത നിത്യമായ ഭവനത്തെക്കുറിച്ചാണ് നമ്മൾ ഓരോരുത്തരും ബോധ്യമുള്ളവരായി മാറേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിത്യമായ ഭവനം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ ഭൂമിയിലെ ഭവനം ഞങ്ങൾ കഴിഞ്ഞു പോയാലും നഷ്ടപ്പെട്ടു പോയാലും നിത്യമായ ഭവനം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. അത് ഒരു വലിയ അറിവാണ്, തിരിച്ചറിവാണ്. ഭൗമികമായ എല്ലാ സാഹചര്യങ്ങളും നാശത്തിന് വിധേയമാണ്. എന്നാൽ നിത്യമായിട്ടുള്ളത് സ്വർഗീയ പിതാവിന്റെ ഭവനമാണെന്ന വലിയൊരു ആത്മീയ തലങ്ങളിലേക്ക് പൗലോസ് അപ്പോസ്തലൻ ഉയർന്നു പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ എഫേസ്യ ലേഖനം പഠിക്കുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു, ഈ ദൈവത്തിലുള്ള ഭവനത്തെക്കുറിച്ച് വിശ്വാസമുള്ളവർക്ക്, പ്രത്യാശയുള്ളവർക്ക്, അവർക്ക് വാസ്തവത്തില് ആ വചനത്തിന്റെ അനുഗ്രഹം, ആ ഭവനത്തിന്റെ അനുഗ്രഹം ദൈവം നൽകും. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ദൈവത്തിന്റെ ഭവനത്തിന്റെ അംഗങ്ങളാകുന്നുവെന്ന് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തില് നമ്മൾ വായിക്കുകയാണ്. ദൈവത്തിനേക്കാൾ ഭവനത്തിനോ മറ്റ് എന്ത് ബന്ധങ്ങൾക്കോ സാഹചര്യങ്ങൾക്കോ നാം പ്രാധാന്യം കൊടുത്താലും അതെല്ലാം നശ്വരമാണ്. എന്നാൽ ഏറ്റവും വലുത് ദൈവം മാത്രമാണ് പരമമായ യാഥാർത്ഥ്യം, നിത്യമായിട്ടുള്ള യാഥാർത്ഥ്യം, നിത്യമായിട്ടുള്ള സത്യമെന്ന തിരിച്ചറിവാണ് ഈ വചനത്തിലൂടെ നമ്മൾ കണ്ടെത്തേണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ വീട് പണിയുമ്പോൾ ഉറപ്പുള്ള അടിസ്ഥാനത്തിന് വേണ്ടി കല്ലുകൾ കൊണ്ടാണ് അതിന് അടിസ്ഥാനം ഇടുന്നത്. എന്നാൽ ദൈവത്തിന്റെ ഭവനമാണ് നാം പണിയുവാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ സ്വർഗീയമായ പിതാവ് നമുക്ക് നൽകുന്ന പാറയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ പാറമേൽ അടിസ്ഥാനമിട്ട ജീവിതം നമ്മൾ നയിക്കുമ്പോൾ ഒരു ശക്തിക്ക് നമ്മെ തകർക്കുവാൻ കഴിയുകയില്ല എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്.
കൊരിന്ത്യ ലേഖനം 1-ാം ലേഖനം 10-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, നമ്മുടെ പിതാക്കന്മാരും മോശയെല്ലാം ആത്മീകമായ പാനം, ആത്മീയമായ ഭക്ഷണം അവർ സ്വീകരിച്ചു, പാറയിൽ നിന്ന് സ്വീകരിച്ചു. അവരെ പിന്തുടർന്ന ആ പാറ അത് മറ്റൊന്നുമല്ല, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് എന്ന് പറയുകയാണ്. അതായത് പിന്തുടർന്ന് സഹായിക്കുന്ന, ആത്മീക ആഹാരം നൽകുന്ന, ജീവജലം നൽകുന്ന, ശക്തി പകരുന്ന ക്രിസ്തു എന്ന പാറ, ആ പാറയെ സ്വീകരിച്ചവർക്കൊക്കെ അനുഗ്രഹമുണ്ട്. അത് തിരിച്ചറിയാത്തവരൊക്കെ മരുഭൂമിയിൽ വീണുപോവുകയാണ്. നമ്മുടെ ജീവിതത്തിലും ക്രിസ്തു എന്ന പാറയെ നമ്മൾ കണ്ടെത്താത്തിടത്തോളം കാലം ഈ മരുഭൂമിയുടെ പ്രയാണത്തില് കാലിടറി നമ്മളും വീണുപോകാം. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പഠിപ്പിക്കുകയാണ്. 9-ാം അധ്യായം 3-ാം വാക്യം, ഈ പാറയിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. ഈ പാറയിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. ക്രിസ്തു എന്ന പാറയിൽ വിശ്വസിക്കുമ്പോൾ ജീവജലത്തിന്റെ നദികളിലേക്കും അനുഗ്രഹങ്ങളിലേക്കും അവിടുന്ന് നമ്മെ കൊണ്ടുപോകും. ഈ ക്രിസ്തു എന്ന പാറയിലാണോ നമ്മുടെ ഭവനം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്? ഈ ക്രിസ്തു എന്ന പാറയിലാണോ നമ്മുടെ വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്? ഈ ക്രിസ്തു എന്ന പാറയിലാണോ നമ്മുടെ ജീവിതം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ ശുശ്രൂഷ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഒരു ശക്തിക്കും, വൻമഴയ്ക്കോ കാറ്റിനോ പ്രകൃതിയുടെ യാതൊരു ശക്തിക്കോ നമ്മളെ തകർക്കുവാൻ കഴിയുകയില്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ജോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ അവന്റെ വിശ്വാസം ത്യജിച്ച് കളയുമ്പോൾ അവന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക? അവന്റെ ആത്മാവ് ദൈവം അവനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവൻ എന്തിനെ കുറിച്ചാണ് പിന്നെ പ്രതീക്ഷിക്കുക? നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തിന്റെ വിലയേറിയ ദാനമാണ്. ആ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണുള്ളത്? ഒരു അനുഭവ കഥ പങ്കുവയ്ക്കട്ടെ. അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒരു തത്വചിന്തകരിലെ ഒരാളായിരുന്നു ഓൽസൺ ബ്രൗൺസൺ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം എല്ലാ മതങ്ങളും പഠിക്കുന്നു. ഓരോ സമയത്തും മതങ്ങൾ പഠിച്ചതിന് ശേഷം ആ മതങ്ങളിലേക്ക് അദ്ദേഹം ചേക്കേറുകയാണ്. അവസാനമാണ് ക്രിസ്തുവിന്റെ ഈ വചനം അദ്ദേഹം കാണുന്നതും പഠിക്കുന്നതും. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്രിസ്തുവിൽ ആകൃഷ്ടനായ ആ മനുഷ്യൻ ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ ഊന്നി ജീവിക്കുവാനായിട്ട് ആരംഭിക്കുകയാണ്. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇനി എപ്പോഴാണ് അടുത്ത മതത്തിലേക്ക് ചേക്കേറുന്നത്? എന്നാൽ ഈ സമയം ഈ മനുഷ്യൻ പറയുകയാണ്, എന്റെ വിശ്വാസം ക്രിസ്തു എന്ന പാറയിൽ ഞാൻ ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ വിശ്വാസത്തിൽ നിന്ന് ഇനി ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. കാരണം ശാശ്വതമായൊരു പാറ ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ്. സങ്കീർത്തനം നമ്മൾ വായിക്കുന്ന സമയം 46-ാം സങ്കീർത്തനം 1-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, ഗോഡ് ഈസ് അവർ ഷെൽട്ടർ ആൻഡ് സ്ട്രെങ്ത്. ദൈവമാണ് എന്റെ സംരക്ഷണം, ദൈവമാണ് എന്റെ ദുർഗം, ദൈവമാണ് എന്റെ സങ്കേതം. അങ്ങനെയെങ്കിൽ എനിക്ക് ജീവിതത്തിൽ വേറൊന്നും ഭയപ്പെടാനില്ല. ഈ ഒരു വിശ്വാസത്തോടെ ക്രിസ്തു എന്ന പാറയിൽ അടിസ്ഥാനമിട്ട് ജീവിതം നയിക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തു യേശുവിലൂടെ ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് വചനത്തിൽ ഞങ്ങളെ വേരൂന്നി വളരുവാൻ സഹായിക്കണമേ. വചനത്തിൽ അടിസ്ഥാനമിട്ട ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ക്രിസ്തു എന്ന പാറയിൽ ഞങ്ങളുടെ ജീവിതം സ്ഥാപിക്കുവാനും അതിൻ പ്രകാരം വളരുവാനും അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ ഇടയാക്കണമേ. ജീവിതമാകുന്ന ഞങ്ങളുടെ കൊച്ചു വഞ്ചി കർത്താവെ ഈ സമുദ്രത്തിലേക്കോ സാഹചര്യങ്ങളിലേക്കോ ഞങ്ങൾ ഇറക്കുമ്പോൾ ഒരിക്കലും പതറിപ്പോകുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നാടിയുലയുന്ന അനുഭവങ്ങളിൽ ഞങ്ങളുടെ അമരക്കാരനായി കർത്താവ് കൂടെ സഞ്ചരിക്കണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ. വിശ്വാസത്തിൽ ഞങ്ങൾ ഉറപ്പിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ വഴി നടത്തണമേ. ക്രിസ്തു മൂലം ഞങ്ങൾ താഴ്മയായി ഇതെല്ലാം അങ്ങയോട് യാചിക്കുന്നു.
ആമേൻ. ദൈവവചനം ശ്രവിച്ച നമുക്ക് അപ്പോസ്തല വിശ്വാസ പ്രമാണം ഏറ്റുപറയാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയയിൽ ഉത്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, അവിടുന്ന് പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചു എന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു, അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ, നിങ്ങളോടുകൂടെയും. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെ കർത്താവും ഐകമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, അങ്ങേ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവൻ ഇരിക്കുന്നു. അങ്ങയെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെ ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായി ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളിലൊക്കെയും അങ്ങയുടെ താഴ്മയുടെ ദാസരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ അങ്ങ് ഞങ്ങളെ സുഖത്തോട് കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങയുടെ മഹാശക്തി കൊണ്ട് ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിലും വീഴാതെയും യാതൊരു ആപത്തിലും അകപ്പെടാതെയും അങ്ങയുടെ മുമ്പാകെ നീതിയായുള്ളതിന് എല്ലായ്പ്പോഴും ചെയ്യുവാനായി ഞങ്ങളുടെ സകല ക്രിയകളും അങ്ങയുടെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ അപ്പോസ്തലന്മാർ മുഖാന്തരം നമ്മുടെ കർത്താവ് നമ്മോട് അരുളി ചെയ്തിരിക്കുകയാണ്. നമുക്ക് അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിക്കാം. ഒരു നിമിഷം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി വിനയപ്പെടുത്തി പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഈ വിശുദ്ധ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിൽ കൂടി വരുന്നതിനും കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മുടെ തലകളെ മണക്കുന്നതിനും കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഒരുക്കിയത്. COVID-19 എന്ന വൈറസിന്റെ പ്രവാഹം മൂലം ഇന്ന് നമുക്ക് നമ്മുടെ ആരാധന ആലയങ്ങളിൽ ഒരുമിച്ച് കൂടുന്നതിനോ പൊതു ആരാധനയ്ക്കായിട്ട് കൂടി വരുന്നതിനോ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ നാം ആയിരിക്കുന്ന നമ്മുടെ ഭവനങ്ങളെ ദൈവത്തിന്റെ ആലയമായി രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിച്ചു. ദൈവത്തിന്റെ ആലയമായിരിക്കുന്ന നമ്മുടെ ഭവനങ്ങളിൽ നാം ആരാധനയ്ക്കായി കുടുംബമായി കൂടി വന്നിരിക്കുമ്പോൾ കർത്താവെ, ഈ വിശുദ്ധ ദിവസത്തെ ഞങ്ങൾ ലഭിച്ചതായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ നല്ല സന്ദർഭത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ പറയാം.
കേട്ട വചനപ്രകാരം ദൈവജനത്തെ സജ്ജരാക്കുന്നതിനായി സഭയായി കുടുംബമായി നമുക്കും ഒരുങ്ങുന്നതിന്, പ്രത്യേകിച്ച് ദൈവജനത്തെ സജ്ജരാക്കുന്നതിന് അടിസ്ഥാനം ദൈവവചനമാകുന്നു എന്നുള്ളതായിരിക്കുന്ന ആ തിരിച്ചറിവോടുകൂടെ ദൈവവചനം അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും കർത്താവേ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം സംസാരിച്ച ബഹുമാനപ്പെട്ട അച്ഛനെയും നമുക്ക് നന്ദിയോടുകൂടെ ഓർക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജാഗരണി സഭയെയും ഹെബ്ബാൽ സഭയെയും ഇരു സഭകളിലും ആയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പേരുപേരായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നാളിതുവരെയും കർത്താവിന്റെ ഏറ്റവും അതിശയമായിരിക്കുന്ന ഇടപെടല് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം അവസരം ലഭിച്ചു. കുടുംബങ്ങളായി സഭയായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാം ആയിരിക്കുന്ന ഇടങ്ങളെ തണ്ടുമേ വെച്ച വിളക്ക് പോലെ പ്രകാശിക്കുന്ന അനുഭവത്തിൽ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇടപെടുവാൻ കർത്താവ് അവസരം ഒരുക്കി. തുടർന്ന് കർത്താവെ അവിടുത്തെ സ്വന്തം ജനമായി ഈ ദേശത്ത് ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിന് സാക്ഷ്യമുള്ള ദൈവ മക്കളായി ജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവ് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ശാരീരികമായും മാനസികമായും ആത്മീയമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാവരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ശാരീരിക വൈകല്യങ്ങളാൽ പ്രയാസം അനുഭവിക്കുന്ന സഭയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ നമ്മുടെ ദേശത്തും നമ്മുടെ രാജ്യത്തും ഈ ലോകത്തിലും കൊറോണ വൈറസിന്റെ പ്രവാഹം മൂലം ഭാരതത്തിലായിരിക്കുന്ന രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഈ നിമിഷം ദൈവസന്നിധിയിൽ ഓർക്കാം. വളരെയധികം പ്രയാസകരമായിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ സമൂഹം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വൈദ്യനും നമ്മുടെ സൗഖ്യദായകനും കർത്താവായ യേശുക്രിസ്തു മാത്രമാകുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. ആ കർത്താവിന്റെ സന്നിധിയിൽ ആത്മാർത്ഥതയോടുകൂടെ കണ്ണുനീരോടുകൂടെ നമുക്ക് അപേക്ഷിക്കാം. കർത്താവെ, ഈ പാപികളോട് കരുണ തോന്നണമേ എന്ന് നമുക്ക് നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിന് മാത്രമേ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഈ സമൂഹത്തെ, ഈ ദേശത്തെ, ലോകത്തെ, ഈ പ്രപഞ്ചത്തെ തന്നെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവെ, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ അവിടുത്തെ ആണിപ്പുറത്തുള്ള കരങ്ങൾ കൊണ്ട് ഈ ദേശത്തെ ഒന്ന് സ്പർശിച്ചാൽ ഈ പ്രതിസന്ധി ഞങ്ങളുടെ ഇടയിൽ നിന്നും മാറിപ്പോകുവാനായിട്ട് ഇടയാകും. അവിടുന്ന് അടിയങ്ങളോട് ഇടപെടണമേ, അടിയങ്ങളോട് കരുണ തോന്നണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ പ്രതിസന്ധി മൂലം ജോലി നഷ്ടപ്പെട്ടവരായിട്ട്, സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിട്ട്, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരായിട്ട് കർത്താവെ അനേകരെ ഞങ്ങൾക്ക് ചുറ്റുപാടുമായിരിക്കുന്നു. അവരെല്ലാം ആശ്വസിപ്പിക്കുവാനായിട്ട് കർത്താവെ അവിടുന്ന് അങ്ങേക്ക് മാത്രമേ സാധിക്കൂ. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും അതിലുള്ളതായിരിക്കുന്ന വിവിധ മുഖാന്തരങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് കർത്താവെ അവിടുന്ന് ഞങ്ങളിലൂടെ വേദനയുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും കടന്നു പോകുന്ന ഓരോ ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹാടവരെ നമുക്ക് ഓർക്കാം. പി.കെ. സാമുവേൽ തിരുമേനിയെയും കൊച്ചമ്പിയെയും അവരുടെ കുടുംബത്തെയും നമ്മുടെ മഹാടവയിലായിരിക്കുന്ന ഓരോ അച്ഛന്മാരെയും ഓരോ ശുശ്രൂഷകരെയും ദേശത്ത് ഇന്ന് സുവിശേഷ പ്രവർത്തനങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ അഭിഷിക്തന്മാരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, അവരിലൂടെ അവിടുന്ന് ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങൾ ഓരോരുത്തരെയും ആത്മീയമായിട്ട് കർത്താവെ ഉണർത്തുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ ഉണർവ് ഉണ്ടാക്കുന്നതിൽ അവിടുന്ന് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ സഭകളെയും നമുക്ക് ഓർക്കാം. ഈ നിമിഷം കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഓരോ സഭകളെയും, അതുപോലെ തന്നെ ഓരോ വിശ്വാസികളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇതര മതവിശ്വാസത്തിലായിരിക്കുന്നവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ഇടപെടൽ ഈ ദേശത്തോട് ഉണ്ടായിരിക്കണമേ. ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ അവിടുന്ന് വിടുവിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാളിതുവരെ കർത്താവെ അവിടുന്ന് ഞങ്ങൾ ഓരോരുത്തരെയും ഏറ്റവും അതിശയകരമായിട്ട് വഴി നടത്തി തുറന്നും അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനുകൂലമായിരിക്കുന്ന കാലാവസ്ഥയ്ക്ക് വേണ്ടി
കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളിൽ ഭാരപ്പെടുന്ന പ്രയാസങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുവാനായിട്ട് കടപ്പെട്ടതാൽ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭാ ശുശ്രൂഷകനായിരിക്കുന്ന ജയച്ചനെയും കുടുംബത്തെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ ദേശത്തേക്ക് കടന്നു വരുന്നതിനും കർത്താവിന്റെ ശുശ്രൂഷയ്ക്കാകെ നിയോഗിക്കപ്പെടുന്നതിനും നമ്മുടെ ഇടയിലെ ശുശ്രൂഷ ചെയ്യുന്നതിനും കർത്താവ് ഒരുക്കിയതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിനോട് കർത്താവെ അവിടുന്ന് ഞങ്ങളോട് ഇടപെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ സംഘടനകളെയും നമുക്ക് ഓർക്കാം. സ്ത്രീജന സഖ്യത്തെയും യുവജന സഖ്യത്തെയും സെൻട്രൽ സ്കൂളിനെയും അതുപോലെ തന്നെ ഇടവക കമ്മിറ്റി അംഗങ്ങളെയും സീനിയർ സിറ്റിസൺസ് എന്നിവരെയും ഗായിക സംഘത്തെയും നമുക്ക് ഈ നിമിഷം ദൈവസന്നിധിയിൽ ഓർക്കാം. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നവരെയും ഈ സംഘടനകളൊക്കെ എല്ലാം അംഗങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും കർത്താവെ അവർ അനുഗ്രഹിക്കണം. ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ സഭയുടെ ആത്മീയ ഉണർവിന് ജീവനുള്ള കല്ലുകളാൽ പണിയപ്പെടുന്ന ആത്മീയ ഗൃഹമായി സഭയെ പണിയുന്നതിന് കർത്താവ് മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ സഭയിൽ വിവാഹ വാർഷികം ആഘോഷിച്ചവരെ, ജന്മദിനം ആഘോഷിച്ചവരെയും നമുക്ക് ഓർക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ കർത്താവെ അവിടുന്ന് ഇടപെടുകയും ആവശ്യമായിരിക്കുന്ന അറിവ് സമ്പാദിക്കുവാനായിട്ട് അവിടുന്ന് മക്കളെ അവിടുന്ന് സഹായിക്കും. ഈ പ്രതിസന്ധികളൊക്കെ മാറി നല്ല വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന വഴികൾ ഒരുക്കുകയും ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, നമ്മുടെ അയൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ട നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കലും നമുക്ക് ദൈവസ്ഥ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മൗനമായി ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നാം ദൈവസന്നിധിയിൽ വെക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും ഓർത്തുകൊണ്ട്, പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ട ഓരോരുത്തരെയും ഓർത്തുകൊണ്ട് നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിന്റെയും ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെ അവിടുന്ന് ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിനുള്ള ഞങ്ങളുടെ അജ്ഞതയും അവിടുന്ന് അറിയുന്നു. കർത്താവെ, ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങളും അങ്ങയോട് ചോദിക്കുവാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുമ്പാകെ സമർപ്പിക്കുവാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സറിവുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവം നൽകിയ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയിൽ പങ്കുചേരാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്ര കരുണയ്ക്കായിട്ടും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത അങ്ങയുടെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായിക്കൂടാതെ നന്ദിയുള്ളവയായി തീരേണ്ടതിനും അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെ വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ അങ്ങയുടെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അങ്ങയുടെ സകല കരുണകളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അവനും നിനക്ക് പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകിയതിനായി ഞങ്ങൾ നന്ദി കരയിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലുടനീളം അങ്ങയെ പിന്തുടരുവാനും അങ്ങയുടെ സ്നേഹമാവോട് അനുഭവിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രതിസന്ധിയുടെ കാലത്ത് അവിടുന്ന് താങ്ങായി തണലായി ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. കർത്താവെ, പതറിപ്പോകാതെ വീണു പോകാതെ അങ്ങയുടെ ഉള്ളംകരങ്ങളിൽ ഞങ്ങളെ കാത്തു
കാത്തു സൂക്ഷിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് നൽകണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. കുടുംബങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയും ഉയർച്ചയ്ക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടല്ലോ, രോഗികളായിട്ട് കഴിയുന്നവരുണ്ടല്ലോ, ദൈവം അവർക്ക് സൗഖ്യം നൽകുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവെ, നീ ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമാകുമ്പോൾ നിത്യ ആശ്വാസം നിന്റെ പക്കലുണ്ട്, നിത്യ സമാധാനം നിന്റെ പക്കലുണ്ട്. മരണനാഴികയിൽ നീ ഞങ്ങളോട് കൂടെയുണ്ട്. മരണത്തിനപ്പുറമുള്ള ന്യായവിധിയിൽ കർത്താവെ, നീ ഞങ്ങളെ സംരക്ഷിച്ച് നിത്യജീവന്റെ അവകാശം ഞങ്ങൾക്ക് നൽകുന്ന കർത്താവാണല്ലോ. നിന്നിൽ ആശ്രയം വയ്ക്കുവാൻ ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കണമേ. കർത്താവെ, കുഞ്ഞുങ്ങൾ മുതൽ വാർദ്ധക്യമുള്ളവർ വരെ എല്ലാവരെയും ഒരുപോലെ അവിടുന്ന് സന്ദർശിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധിയുടെ നാളിലും ഏലിയാവിനെ പോറ്റിയ ദൈവം ഞങ്ങളെയും പോറ്റുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. യേശുവെ നന്ദി. ഈ ആരാധനയെ സംബന്ധിച്ച് എല്ലാവരെയും സമൃദ്ധിയായി ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, മറ്റു രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ ഇടവകയിൽ അംഗങ്ങളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി സംബന്ധമായ പ്രയാസങ്ങളുള്ളവരുണ്ട്. ദൈവം അവിടെ ഇടപെടുകയും അവരുടെ ദേശത്ത് മാനിക്കുകയും ഉയർത്തുകയും ചെയ്യണമേ. ഈ നാളുകളിൽ ജന്മദിനം, വിവാഹവാർഷിക ആഘോഷിക്കുന്ന എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെല്ലാം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഡയസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, CSI സഭ, ഐക്യത്തിലിരിക്കുന്ന ഇതര സഭകൾ, കർത്താവെ നേതൃത്വങ്ങൾ, കർത്താവെ വിശ്വാസ സമൂഹങ്ങൾ, വൈദിക സന്യസ്തർ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിൽ അവരെല്ലാം നിറയ്ക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നാളും നിന്നെ സേവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഈ ഒരാഴ്ച മുഴുവനും ഓരോ ചുവടും വയ്ക്കുവാനുള്ള ധൈര്യവും പ്രത്യാശ ഞങ്ങൾക്ക് നൽകണമേ. വെളിച്ചമായി സർവവുമായി നാഥൻ ഞങ്ങളോട് കൂടെയിരിക്കണമേ. സർവദോഷങ്ങൾ ഞങ്ങളെ വിടിയിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, വലിയ പ്രയാസങ്ങളിൽ നിന്ന് അവിടുന്ന് വിടുതൽ നൽകി ദേശത്തെ അവിടുന്ന് വീണ്ടെടുക്കണമേ. കർത്താവിന്റെ സകലവും സാധ്യമാണല്ലോ. ആ സാധ്യമാക്കുന്ന കരങ്ങളിൽ ഞങ്ങളുടെ ബലഹീനതകളെ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ ബലമുള്ളവരാക്കി മാറ്റണമേ. കുറവുകളെല്ലാം അവിടുന്ന് ക്ഷമിക്കണമേ. ആരാധനയെ സംബന്ധിച്ചവരെ അനുഗ്രഹിക്കുന്ന നേതൃത്വം നൽകിയ മക്കളെല്ലാം കർത്താവ് ആശീർവദിക്കണമേ. ക്രിസ്തു മൂലം ഞങ്ങൾ താഴ്മയായി അങ്ങയോട് യാചിക്കുന്നു. ദേവന് കേൾക്കണം നല്ല പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും കാവലും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും കൂടെ ഇരിക്കട്ടെ. ആമേൻ. സമാപന ഗീതം കൺവെൻഷൻ പാട്ട് പുസ്തകത്തിലെ 7ാമത്തെ പാട്ട്, അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജം. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ വിളിച്ചവനുമ്മയുള്ളോൻ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അഴലേറും ജീവിതമരുവിൽ
തളരുകയോ ഇനി സഹജേ. കാർമൂകിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലതിന്മേൽ. കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ, കെടുതികൾ തീർത്തവൻ തഴുകിടുമേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ചേലോടു തന്ത്രങ്ങളോതിടുവാൻ ചാരന്മാരുണ്ടധികം സഹജേ. ചുടുചോര ചിന്തേണ്ടി വന്നിടിലും ചായല്ലേ ഈ ലോകത്താങ്ങുകളിൽ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. കേൾപ്പിക്കയില്ലവൻ ശത്രു കൈയിൽ, സ്വർപ്പൂരം നീയണയും വരെയും. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ.
ഈ ആരാധനയിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള ആദരവും സ്നേഹവും അറിയിക്കുന്നു. വിവിധങ്ങളായ ശുശ്രൂഷകൾ നിർവഹിച്ചവരോടുള്ള സ്നേഹവും അറിയിക്കുന്നു. ദൈവം സമൃദ്ധിയായിട്ട് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ, നിങ്ങളുടെ ആത്മാവോടുകൂടെയും. നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ.